എൻ്റെ പേര് സിസ്റ്റർ ബ്ലെസ്സി. ഞാൻ സാക്ഷ്യം പറയാനായിട്ട് സത്യം പറഞ്ഞാൽ താമസിച്ചിട്ടുണ്ട്. അതിനുള്ള ക്ഷമയും ഈശോയോട് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ പല്ലിന് നല്ല വേദനയുണ്ടായിരുന്നു. പല്ല് വേദനയല്ല, ഇവിടുത്തെ വിസ്ഡം ടീത്ത് ഇപ്പുറത്തെ പല്ലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇങ്ങനെ ഇപ്പുറത്തെ പല്ലിങ്ങനെ വലുതായി വരുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് സാധാരണ പേസ്റ്റുകൾ ഒന്നും തേക്കാൻ പറ്റുന്നില്ല, പല്ല് ശരിക്ക് തേക്കാൻ പറ്റുന്നില്ല, പുളി മധുരം അങ്ങനെയൊന്നും. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ അപ്പർ ടീത്ത് ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി, കാരണം ചിലപ്പോൾ വല്ല പ്രശ്നങ്ങളും വരാം എന്ന്. പക്ഷെ ഞാൻ ആ ഡോക്ടർ അന്ന് പറഞ്ഞപ്പോൾ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പല്ലെടുത്തിട്ട് പ്രശ്നം വന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ഡോക്ടർ പറഞ്ഞത് ശരി തന്നെയായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയിട്ട് അതിങ്ങനെ പൊടിച്ചിട്ട് ഞാൻ തേച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് തന്നെ എൻ്റെ പല്ല് ക്ലിയർ ആവുകയാണ്. അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്തിരുന്ന പല്ല് ഇപ്പുറത്തേക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വലുപ്പത്തിലിരുന്ന പല്ല് നോർമൽ പല്ലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതോടെ എൻ്റെ വേദനകളും മാറി. ഞാൻ നോർമൽ പേസ്റ്റ്, സാധാരണ ഗനകോഴി എന്ന് പറഞ്ഞ ഒരു പേസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചായിരുന്നത്, കൂണിൻ്റെ പേസ്റ്റ്. കാരണം പല്ലുവേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാണ്. 2017 തൊട്ട് ആ പേസ്റ്റാണ് തേച്ചിരുന്നത്. ആ പേസ്റ്റ് അങ്ങ് കിട്ടാനില്ല, കാരണം നല്ല വിലയുമുണ്ട്. 150 ഗ്രാമിനൊക്കെ 350 രൂപയ്ക്കാണ്. അപ്പോൾ അത് കിട്ടാനൊന്നും എളുപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, ഞാൻ എന്നിട്ട് സാധാരണ പേസ്റ്റ് കോൾഗേറ്റ് ക്ലോസപ്പൊക്കെ തേച്ച് നോക്കി എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ആദ്യം കുറഞ്ഞ അന്ന് തന്നെ എനിക്ക് ശരിക്കും ഒന്ന് പറയേണ്ടതാണ്. എന്തോ എനിക്കൊരു ചെറിയൊരു അവിശ്വാസമായിരിക്കാം, ഇനി വേറെ പേസ്റ്റ് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ വേദന വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വേദനയൊന്നും വന്നില്ല. പൂർണ്ണമായിട്ട് ഈശോനെ തൊട്ടിട്ടുണ്ട്. അത് ഒരു സാക്ഷ്യം കൂടെ പറയണേ. ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണ, അതുപോലെ തന്നെ നമുക്കറിയാലോ ചൂട് വരുമ്പം ദേഹമൊക്കെ ഇങ്ങനെ ഇതാകും. അപ്പോൾ പുറം നമുക്കൊട്ടും ചെയ്യാൻ പറ്റില്ല, ചൂട് ആയിരിക്കും. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണ പുറത്തേക്ക് ഇവിടുന്ന് ഒരു സ്കെയിലെടുത്തിട്ട് പുറത്ത് തേച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ചൂടുണ്ടെങ്കിലും എനിക്ക് ചൂട് ഫീൽ ചെയ്യാത്ത സ്ഥലം പുറമാണ്. പുറം ഇങ്ങനെ ശരിക്കും ഒരു AC കാലാവസ്ഥയിൽ ഇരിക്കുന്ന പോലെ എപ്പോഴും തോന്നും. പക്ഷേ ദേഹത്ത് ചൂട് തോന്നിയാലും ആ എണ്ണ തേച്ച സ്ഥലം വളരെ ക്ലിയറായിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോഴായിരിക്കും അതും കൂടെ പറഞ്ഞേക്കാം. കാരണം തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങളെ മഹത്വപ്പെടുത്തണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന വചനം കൂടിയാണല്ലോ കേട്ടത്. അപ്പം നമുക്ക് കണ്ണും പൊട്ടി വിശ്വസിക്കാൻ സാധിച്ചാൽ സാധിക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. കാരണം ഈ ഉപ്പ് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ എണ്ണ കൊണ്ടുപോയാലോ സാധിക്കുമെന്ന് എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നടക്കുമെന്ന് 1, 2, 3, 4 സാക്ഷ്യങ്ങളിലൂടെ ഞാൻ വ്യക്തമാക്കി. ഈശോ ഇനിയും എൻ്റെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.